ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പയൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ക്വാളിറ്റി ടൈം ആയിരിക്കാം ഇന്നത്തെ ദിവസം ഹൈലൈറ്റിൽ വരുന്നത്. ജസ്റ്റിസ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്കിത് പാർട്ട്ണർഷിപ്പിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, തുറന്ന് സംസാരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, ആ ഒരു സമയത്തെല്ലാം കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇതിൽ പാരൻസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ഇന്ന് നടക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു സമയത്ത് എല്ലാവരുടെയും വ്യൂ പോയിന്റിൽ നിന്നിട്ട് ഓക്കെ എഗെയിൻ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ കുറേ കൂടെ പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ നിങ്ങൾ എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ക്ലാരിറ്റി, വ്യക്തത വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഗോൾസ് ആയിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂ ഐഡിയാസ് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, ഡെവലിൻ്റെ എനർജി. സ്ട്രെങ്ത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിലെ മെമ്മറീസ് ആയിരിക്കാം. ഓക്കെ, ട്രിഗേഴ്സ് ആയിരിക്കാം. നിങ്ങളെ പെട്ടെന്ന് ഒരു ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ കൂടുതലായിട്ട് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പയൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൻ്റെ എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ വർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സത്യസന്ധമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്, അസസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസ് ആയിരിക്കാം, അത് കുറച്ചും കൂടെ മനസ്സിലാകുന്നതായിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് കമ്പാഷൻ, സ്നേഹം, കാരുണ്യം,
അല്ലെങ്കിൽ ഫോർഗീവ്നെസ്സിൻ്റെ എനർജി, അത് ചൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. 8 ഓഫ് വോൺസിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ട്രാവലിൻ്റെ എനർജി വരുന്നുണ്ട്, എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ചും കൂടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്കിത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കാം, ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം, നടക്കുന്ന സമയത്തെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ കുറച്ച് പേരോട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നുണ്ട്. ജലസിയുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് പേഷ്യൻസിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. സമാധാനപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ സ്കിൽസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ലേണിംഗ് പ്രോസസ്സിലിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടാകാം. ഓക്കെ, എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ എല്ലാം സ്ലോ ആയി പോകുന്നു, അങ്ങനത്തെ എനർജി വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.